ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു 3 റെസിപ്പിയാണുള്ളത്. 3 പഴമയേറിയ ട്രഡീഷണൽ ആയിട്ടുള്ള പലഹാരങ്ങളുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന 3 പലഹാരങ്ങളാണ്. ഉണ്ണിയപ്പം, ഉണ്ടംപൊരി, അരീരപ്പം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കാം. അപ്പോൾ ആദ്യം ഇത് നമ്മൾ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് പച്ചരി നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കര, ജീരകം, ഏലക്കായ, പഴം, അതാണ് വേണ്ടത്. ഒരു കപ്പിന് 4 അച്ചു ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഏലക്കായും പഴവും ചതച്ച് വെച്ചിരുന്ന ശർക്കര കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മളിതൊരു ബൗളിലോട്ട് മാറ്റുക. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. നല്ല ഒരുപാട് തേങ്ങ ഇട്ടാലും അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു പകുതിയോളം തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും, പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ജീരകം, നമ്മൾ എടുത്ത് വെച്ചിരുന്ന ജീരകം കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലാണ്. അപ്പം നമ്മൾ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നൊരു ചട്ടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്, ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഴികളിലും വെളിച്ചെണ്ണ ഫില്ലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോ കുഴികളിലേക്ക് നമ്മുടെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അധികം എണ്ണ ഒന്നും ഇത് കുടിക്കുന്നില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഈ ഒരു റെസിപ്പി എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റെസിപ്പി. അടുത്ത നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉണ്ടംപൊരിയാണ്. നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടംപൊരി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 കപ്പ് റവ, പിന്നെ വേണ്ടത് ശർക്കര, തേങ്ങാക്കൊത്ത്. തേങ്ങയുടെ പകുതി നമ്മൾ ചെറുതാക്കി അരിഞ്ഞതാണ്. ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനത്തെ ഒക്കെ റെസിപ്പീസിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യിൽ നന്നായിട്ട് വറുത്തിട്ട് അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറും ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 ചെറുപ്പഴമാണ്. 2 ചെറുപ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള മധുരം, ആ ശർക്കര ഇത് ഉരുക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇതിൻ്റെ ആ ഒരു മാവ്. ഇതൊരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലും നമ്മുടെ ഉണ്ടംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഇങ്ങനെ മീഡിയം സൈസ് ബോളാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഉണ്ടംപൊരിയുടെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടും. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് അരീരപ്പാണ്. ഈ പേര് കുറച്ച് വെറൈറ്റി ആയിരിക്കും, ചിലരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ റെസിപ്പി അറിയായിരിക്കും, ഈ പേരൊരു ഡിഫറെൻ്റ് ആയിരിക്കും പല സ്ഥലത്തിലും. അപ്പോൾ നമ്മളിവിടെ അരീരപ്പം എന്നാണ് പറയാറ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് തരിച്ചെടുക്കാം. അതാദ്യം ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. നമ്മളെല്ലാത്തിലും തേങ്ങ കൊത്താണ് ചേർക്കുന്നത്. ഇതിൽ തേങ്ങ ചിരവിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ 2 ചെറുപഴം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 5 മീഡിയം സൈസ് ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് പാനിയാക്കിയിട്ട് നമ്മളത് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഉരുക്കിയിട്ട് നമ്മൾ ഈ പൊടിയിലേക്ക് അതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഈ ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം.
പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക, പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കാം. നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു രൂപത്തിൽ കിട്ടണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നന്നായിട്ട് നമ്മളതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇത് നമ്മളിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലും നമ്മുടെ അരിരപ്പം നല്ല സോഫ്റ്റായിട്ട്, നമ്മൾ അരിരപ്പം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇത് എടുത്ത് വയ്ക്കുന്നതോറും നല്ല ഹാർഡായിട്ടുണ്ടാവും. അതായിരിക്കണം അരിരപ്പത്തിൻ്റെ ഒരു രൂപം. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അരിരപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ടൊരു ബോളാക്കിയിട്ട് ചെറിയൊരു ബോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു കുഴി വെക്കണം. അതാണ് അരിരപ്പത്തിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാണാനൊരു പ്രത്യേക ഒരു ഷേപ്പാണ്. അപ്പോൾ നമ്മളെല്ലാതും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എല്ലാതും പൊരിക്കുന്ന പോലെ വെളിച്ചെണ്ണയിൽ തന്നെയാണത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മുടെ അരിരപ്പം മുങ്ങുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഉണ്ണിയപ്പവും അരിരപ്പവും നമുക്ക് കുറച്ച് കാലം സ്റ്റോർ ചെയ്യാം. ഇതിൽ ആ ചെറുപഴം ഒന്ന് സ്കിപ്പാക്കിയാൽ നമുക്കത് കുറച്ച് ദിവസങ്ങളതൊന്ന് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം, ചാട് കൂടെ കഴിക്കാം. അപ്പോൾ ഈ ഒരു 3 റെസിപ്പിയും ഏകദേശം സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പലഹാരങ്ങളാണ്. കേരളീയർക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു 3 പലഹാരങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ട ചാനൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ റെസിപ്പീസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.